ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ 154-ാം ജന്മദിനം. ആയുധങ്ങളും അക്രമങ്ങളും കൈമുതലാക്കിയ ബ്രിട്ടീഷ് അധികാരങ്ങൾക്ക് മുൻപിൽ അഹിംസയും പക്വമായ നിലപാടുകളും മുൻനിർത്തിക്കൊണ്ടാണ് ഗാന്ധിജി രാജ്യത്തിന്റെ പ്രതിഷേധത്തെ എല്ലായ്പ്പോഴും പ്രതിദാനം ചെയ്തത്. ഗാന്ധിജിയുടെ മഹത്വവും ഏറെ പ്രസക്തമായ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഉറച്ച ആശയങ്ങളും മാറ്റമില്ലാത്ത നിലപാടുകളും അക്രമാസക്തമല്ലാത്ത രീതിയിൽ എതിരാളികളുടെ നേർക്ക് തൊടുത്തുവിടുന്ന തന്ത്രമാണ് ഗാന്ധിജി സ്വീകരിച്ചത്. മറ്റാർക്കും ഒരു കാലത്തും അനുകരിക്കാനാവാത്ത വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഒക്ടോബർ 2 എന്നത് വിശേഷപ്പെട്ട ദിനം തന്നെയാണ് ഓരോ ഇന്ത്യക്കാർക്കും. സത്യാഗ്രഹം എന്ന ആയുധം കൊണ്ട് കോളനി ഭരണകൂടത്തെ അടിയറവ് പറയിച്ച ഗാന്ധിജി അടങ്ങാനാവാത്ത സ്വാതന്ത്ര്യദാഹത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതീകമായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും പോലെയുള്ള വലിയ ലോക നേതാക്കൾ തങ്ങളുടെ വഴികാട്ടിയും മാതൃകയുമായി സ്വീകരിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ആയിരുന്നു. നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തൻ 1948 ജനുവരി 30 വെടിയുതിർത്ത് ഇല്ലാതാക്കിയത് ലോകത്തെ എക്കാലത്തെയും വലിയ സ്വാതന്ത്ര്യ പ്രതീകത്തെയായിരുന്നു. ഒരു ജനതയുടെ രാഷ്ട്രീയത്തിന്റെ ആത്മാവിനെ തന്നെയായിരുന്നു. മാനവിക മൂല്യത്തോടും സത്യത്തോടും അഹിംസയോടും മാത്രമായിരുന്നു ഗാന്ധിജിയുടെ കൂറ്. അദ്ദേഹത്തിന്റെ ജീവിതം നിരന്തര സത്യാന്വേഷണങ്ങൾക്കുള്ള യാത്രയായിരുന്നു. പുതിയ കാലത്തെ ഇന്ത്യയിൽ ഓരോ സാധാരണ ഇന്ത്യക്കാരന്റെയും ഉള്ളിൽ ഗാന്ധിജി ഓരോ ദിവസവും കൂടുതൽ വളർച്ച നേടുന്നുവെന്ന് നാം അറിയുന്നുണ്ട്. സത്യമാണ് ദൈവമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞിരുന്നു. ഒരേ സമയം വിശ്വാസിയായും യുക്തിചിന്തകനായും മതനിരപേക്ഷകനുമായും അദ്ദേഹം ജീവിച്ചു. ആ പാതയിൽ മനുഷ്യരെ സധൈര്യം നയിച്ചു. വൈരുദ്ധ്യങ്ങളോടുള്ള ഗാന്ധിജി നിരന്തരം സംവദിച്ചു. പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ആയുധ മൂല്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടു. മുഴുവൻ മനുഷ്യരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത് ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നും എന്നാൽ ഒരാളുടെ പോലും ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ അതിന് കഴിയില്ലെന്നും ഗാന്ധിജിയുടെ നിരീക്ഷണം. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ ലോകത്തെ തുറച്ചു നോക്കുന്ന ആധുനിക കാലത്തെ ഏറെ പ്രസക്തമാണ്. ഇങ്ങനെയൊരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാനാകില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. സത്യമായിരുന്നു ഗാന്ധിജിയുടെ ദൈവം. നിരന്തര സത്യാന്വേഷണമായിരുന്നു ആ ജീവിതം. ആ സത്യാന്വേഷണങ്ങൾ 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെ അവസാനമിട്ടത്.